എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോൾ കാണുന്നത്, ഇപ്പോൾ ബസ്സിലും ട്രെയിനിലൊക്കെ സ്ത്രീകൾക്ക് മോശം ടച്ചിങ്സും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ധാരാളമായി കാണലുണ്ട്. അപ്പോൾ ചിലരത് റീച്ചിന് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഒരു ട്രോളായിട്ടൊക്കെ വന്ന് കണ്ടിട്ടുണ്ടാവും, KSRTC ബസ്സിൽ ഒരു മറ വെച്ചിരിക്കുക, ഇനി KSRTCയിലൊക്കെ മറ വെച്ചിരിക്കേണ്ടി വരും എന്നൊക്കെ പറയണത്. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് നമ്മൾ ഇനി ഇസ്ലാമിൻ്റെ ഇതിലേക്ക് മടങ്ങണോ, ഇസ്ലാമിൻ്റെ ആശയത്തിലേക്കാണോ ഇവർ വരുന്നത്? അപ്പോൾ ഈ ട്രോളിനൊക്കെ എന്താണ് നിങ്ങളുടെ നിലപാട് എന്താണ്? KSRTC ബസ്സുകൾ അല്ലെങ്കിൽ ബസ്സുകളിൽ ഈടായിട്ട് പല രൂപത്തിലുള്ള അബ്യൂസുകൾ, ഹരാസ്മെൻറ്റുകൾ നേരിടുന്ന സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ അത് കുറച്ച് കൂടി വരുന്നു. അപ്പോൾ ഇസ്ലാമിലേക്ക് മടങ്ങലാണോ പരിഹാരം എന്നുള്ളതാണ്. നമ്മൾ ഇസ്ലാമിലേക്ക് മടങ്ങുക എന്നുള്ളൊരു പരിഹാരം അവിടെ മാറ്റി വെക്കുക. ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ സെഗ്രിഗേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്ന രീതി നമ്മൾ പൊതുവെ കാണുന്നതാണ്. പരിപാടികൾക്ക് കർട്ടൻ കെട്ടി സ്ത്രീകളെ മാറ്റിയിരുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ സ്ത്രീകളെ ഏതോ രൂപത്തിൽ ഒപ്രസ് ചെയ്യുന്ന ഒരു സംഗതിയായിട്ട്, ഒരു പാട്രിയാർക്കൽ സംഗതിയായിട്ട് അത് പിന്നെ ഇസ്ലാമിനെ പോലത്തെ മതങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒന്നായിട്ടാണ് പലപ്പോഴും അവതരിപ്പിക്കാറുള്ളത്. നോക്ക്, പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ മിക്സ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത്, ഇങ്ങനെ മിക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു ഇൻസെക്യൂരിറ്റി, ആ ഇൻസെക്യൂരിറ്റി എല്ലാ സ്ത്രീകളും അനുഭവിക്കുന്നതാണ്. അതിനു വേണ്ടി അത്തരം പിന്നെ ചിന്താഗതികളുമായി നടക്കുന്ന ആണുങ്ങൾ, ഒന്ന് അവരിലുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത്തത്, ഒരു നോർമലി ഉള്ളൊരു പുരുഷനാണെങ്കിലും ഒരു സ്ത്രീയോട് തോന്നുന്ന താല്പര്യങ്ങളുണ്ട്. ഒരു സ്ത്രീയെ കണ്ടാൽ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ പ്രത്യേക തരത്തിലുള്ള വസ്ത്രധാരണം കണ്ടാൽ, അല്ലെങ്കിൽ ആ സ്ത്രീയുടെ സൗന്ദര്യം കണ്ടാൽ ഇതിനോടൊക്കെ തോന്നുന്ന താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യങ്ങളെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു പുരുഷനിൽ നിന്നുണ്ടാകുന്ന ചില പ്രവർത്തികളാണ് നമ്മൾ ഈ രൂപത്തിൽ ബസ്സിലൊക്കെ കാണുന്ന പ്രവർത്തികൾ. ഇത് ഈ ഇടയായിട്ട് കൂടി വരുന്നു എന്നുള്ളതല്ല നമ്മളതിൽ കാണേണ്ടത്. ഇത് മുൻകാലങ്ങളിലേ ഉണ്ട്. ബസ്സിലും പൊതുസ്ഥലങ്ങളിലുമെല്ലാം ഏതെങ്കിലും ഇത്തരം മനസ്സിന് രോഗം ബാധിച്ച പുരുഷന്മാരുടെ ഇടയിൽ നിന്ന്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഹരാസ്മെൻറ്റ്, അത് സ്പർശനം കൊണ്ടോ മറ്റെന്തെങ്കിലും സംഗതികൾ കൊണ്ടോ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗത്തുള്ള പിടിക്കലും തടവകലുമെല്ലാം, ഇത്തരം സംഗതികൾ അത് ഏൽക്കാത്ത സ്ത്രീകൾ വളരെ കുറവായിരിക്കും. അത് ഈ ഇടയായിട്ട് കയ്യിലൊരു മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ഇത്തരം വിഷയങ്ങൾ തെളിവ് സഹിതം പൊതുസമൂഹത്തിലേക്ക് എടുത്തിടാം എന്നുള്ളത് കൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പെട്ടെന്ന് പറയാം എന്നുള്ളത് കൊണ്ടും സാമൂഹ്യ സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് അനുകൂലമായി ഒരുപാട് നിയമങ്ങളുള്ളത് കൊണ്ടും അത് കുറച്ച് കൂടുതലായി വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവിടെ ആ സ്ത്രീകൾക്ക് സുരക്ഷ കിട്ടണമെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ളതാണ്. പുരുഷൻ്റെയും സ്ത്രീൻ്റെയും കൃത്യമായ ജീവശാസ്ത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പുരുഷനെ സംബന്ധിച്ച് സ്ത്രീയെ കണ്ടാൽ താല്പര്യം തോന്നും, ലൈംഗികമായ താല്പര്യം തോന്നും. അവൻ്റെ ബ്രെയിനും അവൻ്റെ ഫിസിയോളജിയും അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇനി ദൈവത്തിനെ മാറ്റി നിർത്തുക, നമ്മൾ എല്ലാ ശാസ്ത്രത്തിൻ്റെ എല്ലാ പിന്നെ അളവുകോലുകൾ വെച്ച് നോക്കിയാലും പുരുഷൻ്റെ തലച്ചോറും ശരീരവും നിർമ്മിച്ചിട്ടുള്ളത്, അത് സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഓരോ സൂക്ഷ്മ തലത്തിലും അത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അത് സ്ത്രീയോട് താല്പര്യം തോന്നുന്ന രൂപത്തിലാണ്. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ സ്ത്രീ പുരുഷ പിന്നെ ശാരീരിക ബന്ധങ്ങൾ നടക്കുന്നതും അതിലൂടെ പിന്നെ ഈ പ്രോക്രിയേഷൻസ്, കുട്ടികളുണ്ടാവുന്ന ജനനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ സംവിധാനം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അവരെ പിന്നെ അനാവശ്യമായി നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത സ്ത്രീകളിലേക്ക് നമ്മൾ ആ പ്രവൃത്തി ഉപയോഗിക്കരുത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാതിരിക്കണം. ഇവിടെ ഒന്ന് നമ്മൾ പുരുഷൻ അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സ്ത്രീയും അതിലൊരു മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ്. അത് പ്രശ്നം വന്നിട്ട് അതിനെ വെളിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത് പ്രശ്നം വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ നിർമ്മിക്കുകയും ആ സാഹചര്യത്തിൽ സേഫായി ഇരിക്കുക എന്നുള്ളതുമാണ്. ഇതിന് ഈ രൂപത്തിൽ സ്ത്രീകളുടെ ഭാഗത്തേക്ക് നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത്, ഇവിടെ രണ്ട് ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്, പക്ഷേ സ്ത്രീകളുടെ ഭാഗത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കാണുന്ന പ്രശ്നമാണ്, അത് ഞങ്ങളുടെ വസ്ത്രധാരണത്തിലല്ല പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുന്നത് കൊണ്ടല്ല പ്രശ്നം, അവരാണ് പ്രശ്നം, അവരെയാണ് അടക്കി നിർത്തുന്നത്. ടീച്ച് മെൻ നോട്ട് ടു റേപ്പ് എന്നാണ് പൊതുവിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫെമിനിസ്റ്റുകളിലൊക്കെ ഇതിനെതിരെ പറയാറ്. നിങ്ങൾ പുരുഷനെ റേപ്പ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുക, അവരെ സ്ത്രീകളെ ഹരാസ് ചെയ്യരുത് എന്ന് പഠിപ്പിക്കുക. അതാണ് വേണ്ടത്. ഞങ്ങളുടെ ബോഡി ഞങ്ങളുടെ ചോയ്സാണ്, ഞങ്ങൾ ഇഷ്ടമുള്ള പോലെ നടക്കും. പക്ഷെ അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ ഞങ്ങളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം, അവരെ ഞങ്ങൾ റേപ്പ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പഠിപ്പിക്കണം. നിങ്ങൾ നോക്ക്, എല്ലാ രാജ്യത്തും അവിടുത്തെ നിയമ സംവിധാനങ്ങളിൽ
സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്താൽ അതിന് ശിക്ഷകളുണ്ട്. അത് എഴുതി വെക്കപ്പെട്ട നിയമമാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിത BNS പ്രകാരം പിന്നെ സ്റ്റാക്കിംഗ് ഒരു കുറ്റമാണ്. സ്റ്റാക്കിംഗ് ഒരു ക്രിമിനൽ കുറ്റമാണ്. ഒരു പെണ്ണിനെ കൂടുതലായി നോക്കുന്നതും പിന്തുടരുന്നതും അവളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തുന്നതും അവളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും അവളെ ഏതെങ്കിലും തരത്തിൽ തൊടുന്നതും അത് ഫിസിക്കലിയോ വെർച്വലോ ആണെങ്കിലും അതിന് സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ല നേർക്കുനേരെ ആണെങ്കിലും എല്ലാം ഇത് സ്റ്റാക്കിംഗ് ആണ്, ഒളിഞ്ഞു നോട്ടാണ്. ഇത് ഒരു 3 മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന കുറ്റമാണ് ഇന്ത്യയിൽ. അതിൻ്റെ കൂടെ പിഴയുണ്ട്. അത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് ആ രൂപത്തിൽ പിന്നെ നിയമ സംവിധാനങ്ങളെല്ലാം ഇവിടെ പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിച്ചാൽ അതിൻ്റെ ശിക്ഷകൾ അറിയുന്നതാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും പോകുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മൾ തെരുവിലൂടെ പോകുമ്പോൾ കടിക്കുന്ന നായകളുണ്ടാവും, അതിൽ കടിക്കാത്ത നായകളുണ്ടാവും. അതിൽ നായയെ കടിക്കാതിരിക്കാൻ പല നിയമങ്ങളും കാര്യങ്ങളും ഇപ്പം നിലവിൽ വരെ സുപ്രീം കോടതിയിൽ ഇറക്കാൻ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇനി എത്രയൊക്കെ നിയമം വന്നാലും ഏതെങ്കിലും പേ പിടിച്ച നായകളുണ്ടെങ്കിൽ അത് നമ്മളെ കടിക്കുന്ന ഉറപ്പാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു പ്രിക്കോഷൻസ് എടുക്കണം. അവിടെ 2 ഭാഗത്തും പ്രിക്കോഷൻ വേണം എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ പരിഹാരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ അവിടെ സെപ്പറേഷൻ വേണ്ടി വരും. ഇസ്ലാം അവിടെ ആദ്യം പറയുന്നത് പുരുഷനോടാണ്. പുരുഷനോട് പറയുന്നത് നിൻ്റെ കണ്ണുകൾ താഴ്ത്ത്. പുരുഷന് 2 നിർദ്ദേശങ്ങളെ കൊടുക്കണേ. ഒന്ന്, നിൻ്റെ കണ്ണുകൾ താഴ്ത്ത്. പിന്നെ നിൻ്റെ സ്വകാര്യ ഭാഗത്തെ നീ സൂക്ഷിക്കണം, അത് അനാവശ്യമായി ഉപയോഗിക്കരുത്. ഈ 2 കാര്യങ്ങൾ പുരുഷന് നിർദ്ദേശിക്കുന്നുണ്ട്. അത് പുരുഷനോട് ആദ്യം പറയുന്നുണ്ട്. പിന്നെ സ്ത്രീയോട് പറയുന്നത് നീ നിൻ്റെ കണ്ണുകളും താഴ്ത്തണം. സ്ത്രീയോടും കണ്ണുകൾ താഴ്ത്താൻ പറയുന്നുണ്ട്. അവളോടും അവളുടെ സ്വകാര്യ ഭാഗങ്ങൾ സംരക്ഷിക്കാൻ പറയുന്നുണ്ട്. അത് പിന്നെ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. മൂന്നാമതൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അലങ്കാരങ്ങൾ പുറത്ത് കാണിക്കരുത് എന്നുള്ളത്, സൗന്ദര്യം പുറത്ത് കാണിക്കരുത് എന്നുള്ളത്. ഇത് സ്ത്രീക്കുള്ള നിർദ്ദേശമാണ്, ഇത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. അപ്പോൾ ആ സ്ത്രീയെ ഇസ്ലാമിലൊരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ മഹറമല്ലാത്ത രക്തബന്ധത്തിലൂടെ അവളുടെ അടുത്ത് നിൽക്കാൻ അനുവദിക്കപ്പെട്ടവരല്ലാത്ത ആരും അവളുടെ അടുത്ത് ഇരിക്കാൻ പാടില്ല. ആ നിയമം പാലിച്ചുകൊണ്ടൊരു മുസ്ലിം സ്ത്രീ പോകുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീക്ക് ഇത്ര അനുഭവങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഇതല്ലാത്ത ഈ നിയമങ്ങൾ പാലിക്കാത്ത അവസ്ഥയിലൂടെ ഏതെങ്കിലും സ്ത്രീ കടന്നു പോകുമ്പോൾ അവളുടെ അടുത്ത് ഏതെങ്കിലും ആളുകൾ വന്നിരിക്കുമ്പോൾ അവളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമല്ല. അവൾ ധരിക്കുന്ന അവളുടെ സൗന്ദര്യം പുറത്ത് കാണിക്കുന്ന ഒരു പ്രശ്നമല്ല. അത് അവളുടെ ശരീരം, അവളുടെ ചോയ്സാണ്. പക്ഷേ ഈ രൂപത്തിൽ ഏതെങ്കിലും മനസ്സിന് രോഗം ബാധിച്ച, സ്വന്തം ലൈംഗിക താല്പര്യങ്ങളിൽ സ്വയം നിയന്ത്രണമില്ലാത്ത ഏതെങ്കിലും ഒരു പുരുഷൻ അത് അവളിലേക്ക് കൈകൾ നീണ്ടാൽ അത് പ്രശ്നമാണ്. അത് സ്ത്രീയുടെ മാത്രം പ്രശ്നമാണ്, നമ്മൾ ആരും പറയണില്ല. നിയമപ്രകാരം എഴുതി വെച്ച നിയമങ്ങൾ പ്രകാരം ആ പുരുഷൻ ശിക്ഷിക്കപ്പെടണം. ആ സ്ത്രീ അതിൽ ഏറ്റവും കൂടുതലായിട്ട് നോക്കേണ്ടത് പ്രശ്നം വന്നിട്ട് പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നം വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് അവിടെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഏറ്റവും വലിയ പരിഹാരം. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം, പക്ഷേ ഇതിൻ്റെ മറ്റൊരു മറുവശമാണ്. അതായത് ഇത്തരം നിയമങ്ങൾ കൂടുതലായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതും നമ്മൾ നോക്കേണ്ടതാണ്. കുട്ടികളുമായി ബന്ധപ്പെട്ട പോക്സോ നിയമങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഇത്തരം നിയമങ്ങൾ പലപ്പോഴും വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായി ഫാക്ട് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ നിജസ്ഥിതികൾ അറിയലും നമ്മൾ നോക്കേണ്ടതാണ്. അതല്ല, ചില കേസുകൾ സോഷ്യൽ മീഡിയയിലടക്കം നമ്മൾ കാണുന്നതാണ്, പോപ്പുലാരിറ്റിക്ക് വേണ്ടി ഫേക്ക് കേസുകൾ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ഒരു മറുവശമാണ്. കാരണം നിയമങ്ങളുടെ പഴുതുകളിലൂടെ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് സ്വന്തം റീച്ചിനും പോപ്പുലാരിറ്റി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ വേറൊരു വശത്ത് കാണുന്നതാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നേർക്ക് നേരെ ഒരു പുരുഷൻ നമ്മളുടെ അടുത്ത് വന്നിരുന്ന് അതെനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അവൻ എൻ്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചാൽ അത് പ്രശ്നമാണ് എന്ന് നമ്മൾ പറയും. അവിടെ നമുക്ക് കേസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, ലീഗലായിട്ട് നമ്മൾ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതൊന്നും അറിയാതെ നമ്മളെ ശരീരത്തിലേക്ക് കടന്നു കയറുന്ന കൈകളുണ്ട്, അത് നമ്മളറിയില്ല. ഇത് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മളെ ശരീരത്തിലേക്ക് സ്പർശിക്കുമ്പോൾ നമ്മൾ അറിയുന്നത്, നമ്മൾ അതിനെ എതിർക്കുന്നത്, ഇങ്ങനെ എതിർക്കാതെ നടന്നു പോകുന്ന ഒരുപാട് സംഗതി നമ്മുടെ മുമ്പിലുണ്ട്. അത് ഈ തേനും പാലും ചാലിച്ച് വരുന്ന ചില പുരുഷന്മാരാണ്. അവർ സ്ത്രീയോട് പിന്നെ അവളുടെ ഇമോഷൻ എല്ലാം മിറർ ചെയ്തുകൊണ്ട്, അവളെ കൂടുതൽ കെയർ ചെയ്തുകൊണ്ട്, അവളോട് ഫ്ലേർട്ട് ചെയ്തുകൊണ്ട്, അവളുടെ സ്വന്തം പിന്നെ അവളെ സംരക്ഷിക്കാൻ എന്ന പേരിൽ അവളുടെ കൂടെ നിൽക്കുന്ന അവളുടെ ബോയ് ഫ്രണ്ടോ പൂക്കിയോ ഇനി ഏത് പേരിട്ട് വിളിച്ചാലും ഇത്തരം ആളുകളിൽ നിന്നുണ്ടാകുന്ന സ്പർശനങ്ങളും ചൂഷണങ്ങളും അതിനെതിരെ സ്ത്രീകളൊന്നും സംസാരിക്കുന്നില്ല. അത് അവരുമായി ശരീരം പങ്കുവെച്ചാൽ പോലും അത് ഞങ്ങളുടെ മ്യൂച്വൽ കൺസെൻറ്റ് പ്രകാരം അത് നോർമലായ ഒരു സംഗതിയാണ്, അതിലെനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നിടത്തേക്ക് സ്ത്രീകൾ എത്തുന്നതും ഈ ഒരു സെഗ്രഗേഷൻ്റെ അല്ലെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ ഒരു പരിഹാരം നമ്മൾ ജീവിതത്തിൽ പിന്തുടരുന്ന
തുടരാത്തതിൻ്റെ പ്രശ്നമാണ്. അത് സമൂഹത്തിൽ മുഴുവൻ വ്യാപകമായ കുഴപ്പങ്ങളുണ്ടാക്കും. ഇവിടെ നേരത്തെ ഒരുപാട് സൂചിപ്പിച്ച ലിവിങ് ടുഗദറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏതെങ്കിലും പരിചയമില്ലാത്ത ആൾ ശരീരത്തിൽ സ്പർശിക്കുമ്പോൾ അത് പ്രശ്നമാകുന്നതും, പരിചയമുള്ള ഒരാൾ എനിക്ക് അനുകൂലമായി എന്നെ കെയർ ചെയ്തുകൊണ്ട് വന്ന് എൻ്റെ ശരീരത്തെ മുഴുവൻ സ്പർശിച്ച് ചൂഷണം ചെയ്താലും അതിലെനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് അതിൻ്റെ ഒരു മറ്റൊരു വശം കൂടിയുണ്ട്. ഇത് മുഴുവൻ നമ്മൾ തടയേണ്ടതാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വലാ തഖറബുസിന, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്. അതിൻ്റെ ആദ്യ പടിയാണ് പുരുഷനുള്ള നിർദ്ദേശം, അങ്ങോട്ട് നോക്കരുത് എന്നുള്ളത്. പിന്നെയാണ് സ്ത്രീയോട് പറയുന്നത് തിരിച്ച് അങ്ങോട്ടും നോക്കരുത് എന്നുള്ളത്. ഇവിടെ നിന്ന് തുടങ്ങുന്നതാണ് ആ സെഗ്രിഗേഷൻ. ആ സെഗ്രിഗേഷനോട് പോകുമ്പോഴാണ് സമൂഹത്തിൽ ധാർമ്മികമായ ഒരു ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിന് മുന്നോട്ട് വെക്കാനുള്ള പരിഹാരം.